നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്ന ഒടുവില് സുനന്ദ സുഭാഷിന്റെ കാല് പിടിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര വിഷമായി. എന്തൊക്കെ സംഭവിച്ചാലും സുനന്ദ ആ വീട് വിട്ടു പോവില്ല എന്നായി. താനിവിടെ കിടന്ന് മരിച്ചോളാം, എന്നാലും ശരി താൻ വീട്ടിലേക്ക് പോകത്തില്ല. വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നാളെ തൻ്റെ കല്യാണമാണ്. തനിക്ക് മറ്റൊരു വിവാഹത്തിന് സമ്മതമല്ല. തൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് സുഭാഷ് ഏട്ടനായിരിക്കും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി എല്ലാവർക്കും. നിധിയാണെങ്കിലും സുധീഷൊക്കെയാണെങ്കിലും പറഞ്ഞു നോക്കി സുനന്ദയോട്. പക്ഷെ സുനന്ദ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. സുനന്ദയുടെ മനസ്സ് നല്ല ടെൻഷനായിരുന്നു. കാരണം ഇന്നൊരു ദിവസം അവിടെ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളുടെ ഭാര്യയാൻ പോവുക. പിന്നെ തനിക്ക് തൻ്റെ സുഭാഷ് എന്നെ കാണാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അത് ഇത്രയും കാലം കുഞ്ഞുനാളിലെ മുതൽ സുഭാഷ് എണ്ണായിരുന്നു മനസ്സിൽ. ഒരു നിമിഷം കൊണ്ട് മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധിക്കും സുനന്ദയ്ക്ക്? ഒടുവിൽ സുഭാഷും ആകെപ്പാടെ പെട്ടുപോയൊരവസ്ഥയെ സുധീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ രണ്ടുപേരുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ രാത്രി സമയമാണ്, എങ്ങനെ കല്യാണം നടത്തും? ഉടനെ ഭാസ്കരൻ പറഞ്ഞു, രാത്രിയോ പകലോ ഒന്നും നോക്കണ്ട. ഭാസ്കരനും ഇത്ര സമയം എതിർപ്പൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് ഭാസ്കരനും തോന്നി സുനന്ദ ജെന്യുവിനായിട്ടാണ്. കാരണം സുനന്ദയ്ക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അത്രയധികം തൻ്റെ മകനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം പിന്നെ സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒന്നിപ്പിക്കുകയല്ലേ വേണ്ടത്. ഇനിയിപ്പോൾ എതിർത്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ഭാസ്കരൻ തോന്നി. അതുകൊണ്ട് ഭാസ്കരന് സമ്മതിക്കുകയാണ്. ഭാസ്കരൻ പറഞ്ഞു, രാത്രിയൊന്നും നോക്കണ്ട, നമുക്ക് നടത്തിയേക്കാം. വിളക്ക് കൊളുത്തി വെച്ച് നടത്തിയാൽ പോരെ. അതിപ്പോൾ എവിടെ വെച്ച് നടത്തിയാലും, ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാലും, വീട്ടിൽ വെച്ച് നടത്തിയാലും, എപ്പം നടത്തിയാലും നല്ലൊരു കല്യാണം ആയിരിക്കണം, നന്നായിട്ട് ജീവിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നീടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാതിരാത്രി സമയം താലി കെട്ടണമെങ്കിൽ താലി വേണം. താലി എവിടുന്ന? അപ്പോഴാണ് സുധീഷ് ആ കാര്യം പറയണേ. താലിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സുഭാഷേൻ്റെ സുനന്ദയുടെ വിവാഹം നടത്താൻ വേണ്ടി വാങ്ങിച്ച താലി ഞാനിതെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നത്തിനൊരു കോംപ്രമൈസായി സുധീഷ് താലി എടുക്കാൻ പോയി. അപ്പോഴേക്ക് സുഭാഷിൻ്റെ അടുത്ത് നിന്നിട്ട് ഹരീഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടാ ഈ രാത്രി തന്നെ താലി കെട്ടണോ? നേരം വെളുത്തിട്ട് ഏതൊരു ക്ഷേത്രത്തിൽ പോയിട്ട് നടത്തിയാൽ പോരെന്ന് ചോദിച്ചു. ഭാസ്കരൻ പറഞ്ഞു, നേരം വെളുക്കുന്നോടം വരെ നിന്നിട്ടുണ്ടെങ്കിലേ സുനന്ദയുടെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ താലികെട്ട് ആയിരിക്കില്ല നടക്കണേ. അവർ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടടിയും കൊടുത്ത് സുനന്ദയെ വിളിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. ഭാസ്കരൻ അറിയാം തൻ്റെ പെങ്ങളുടെ സ്വഭാവം എന്താന്ന്, തൻ്റെ ചേട്ടൻ്റെ സ്വഭാവം എന്താന്നൊക്കെ. അതാണ് ഭാസ്കരൻ പറയുന്നത്. ഉടനെ ഹരീഷ് പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങൾക്ക് സമ്മതം. സുഭാഷ് ഏട്ടാ ഈ ഡ്രസ്സൊന്ന് മാറ്റ്. സുനന്ദയുടെ ചുരിദാറൊക്കെ നല്ല ചുരിദാറായിരുന്നു. പക്ഷെ സുഭാഷ ആണെങ്കിൽ ഒരു കൈലുമുണ്ടൊക്കെ ഉടുത്തിട്ടാണ് നിൽക്കുന്നത്. ഈ ഡ്രസ്സൊന്ന് മാറ്റി, അതെ ആ കല്യാണത്തിന് അന്നിട്ടേ ആ ഷർട്ടും മുണ്ടുമൊക്കെ ഉടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷും നികേഷും കൂടെ സുഭാഷിനെ കൂട്ടി അകത്തേക്ക് പോയി. ഈ സമയത്ത് നിധി സുനന്ദയ്ക്ക് കുടിക്കാൻ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഇത് കുടിക്കാനൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, എന്ത് വന്നാലും ഞങ്ങളൊക്കെ കൂടിയില്ലേ, ധൈര്യമായിട്ടിരിക്കുക, ഇനിയിപ്പോൾ സങ്കടപ്പെട്ട് കരയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. സുനന്ദ പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരണ സമയത്തും എനിക്ക് നല്ല ടെൻഷനായിരുന്നു എന്ത് സംഭവിക്കുമെന്ന് ഓർത്തിട്ട്. വീട്ടിൽ ആരും അറിയാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും എന്നെ ഇപ്പോൾ അവർ അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, കണ്ടറിയണം, ഒരു കാര്യം ചെയ്യുക, ആ കഥയൊക്കെ പോയി ചാരിയിട്, എങ്ങാനും വന്നാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പോയി കഥയൊക്കെ ചാരിയിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധീഷിനെ സുഭാഷിനെ റെഡിയാക്കിക്കൊണ്ട് ഹരീഷും നികേഷും കൂടെ അങ്ങോട്ട് വരുവാണ്. സുഭാഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, ഇപ്പം കണ്ട ഒരു കല്യാണ ചെക്കനെ പോലെ ഉണ്ട്, നല്ല ലുക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സുഭാഷിന് നല്ല ടെൻഷനാണ്, എങ്ങനെയായി തീരുന്നൊരു ടെൻഷൻ. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഇനിയിപ്പോൾ താമസിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ താലി കെട്ടി ചടങ്ങ് അങ്ങ് നടത്താൻ പറഞ്ഞു. സുധീഷ് പറഞ്ഞു, താലി എൻ്റെ കയ്യിലുണ്ട്, ഇതാണെന്നും പറഞ്ഞ് അങ്ങ് നീട്ടുവാണ് സുഭാഷിൻ്റെ കയ്യിലേക്ക്. ഭാസ്കരൻ പെട്ടെന്ന് വന്നാൽ താലിയും കൂടെ മേടിച്ചു. എടാ എന്ത് പരിപാടിയാണ് നീ കാണിക്കുന്നത്? മൂത്തവരിവിടെ നിൽക്കുന്ന കണ്ടില്ലേ, മുതിർന്നവർ നിൽക്കുമ്പോഴാണോ ഇളയതങ്ങൾ താലി കൈമാറുന്നേ? ഇതൊക്കെ ഞാനാ കൊടുക്കണ്ടേന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. ഭാസ്കരൻ താലി വാങ്ങിയിട്ട് പറഞ്ഞു, ഇതൊരു മധുര പ്രതികാരമാണ്. എൻ്റെ ചേട്ടൻ ഗംഗാസൻ ആ ബഗാസുരന് അയാൾക്കിട്ടൊരു പണി, പിന്നെ എൻ്റെ പെങ്ങളുണ്ടല്ലോ അവൾ കിട്ടും. നാളെ നേരം വെളുക്കുമ്പോഴായിരിക്കും പണി കിട്ടിയതൊക്കെ അറിയുന്നേ. ഇതുപോലൊരു അവസരം എൻ്റെ ജീവിതത്തിൽ ഇനി കിട്ടാനില്ല, നല്ലൊരു അവസരം എന്ന് പറഞ്ഞു. എന്നിട്ട് സുഭാഷിൻ്റെ കയ്യിലേക്ക് താലി കൊടുത്തിട്ട് പറഞ്ഞു, കെട്ടട മോനെ അവളുടെ കഴുത്തിൽ എന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് താലി വാങ്ങി. സുനന്ദ സുഭാഷിൻ്റെ കയ്യിലേക്ക് തന്നെ പിടിച്ചു. സുനന്ദയുടെ മനസ്സിൽ കൂടെ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖമൊക്കെ വന്നു. അവരിപ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, എന്തായിരിക്കും അവരുടെ പ്രതികരണം? ഇനിയിപ്പോൾ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, ബലമായിട്ട് പിടിച്ചോണ്ട് പോകാൻ പറ്റില്ല.
ഭാര്യയായാലോ താലി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേണേൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക, എന്ത് വേണം ചെയ്യാം. ഈ സമയം സുധീഷ് ചോദിച്ചു, സുഭാഷേണ്ണൻ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? താലി കെട്ടാൻ പറഞ്ഞു. അങ്ങനെ താലി കെട്ടാനായിട്ട് ഇങ്ങനെ സുനന്ദയുടെ കഴുത്തിനടുത്തേക്ക് ഇങ്ങനെ താലിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനാണ് കാതകം തള്ളി തുറന്നിട്ട് ലളിതയും ധനയനും ഗംഗാധരനും ഒക്കെ കയറി വരുന്നത്. ഒരു നിമിഷം സുഭാഷൊക്കെ ഞെട്ടിപ്പോയി. അവർ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. പെട്ടെന്ന് ലളിത അങ്ങോട്ട് വന്നിട്ട് സുനിത അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് അവളുടെ കർണത്തൊന്ന് പൊട്ടിക്കണം. ആ സമയത്ത് സുധീഷ് ഇടയ്ക്കിലേക്ക് കയറി. സുധീഷ് പറഞ്ഞു, ഇനി അവളെ തല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുവായി. ഒടുവിലെ തനിയന് ഭാസ്കരനെയൊക്കെ തല്ലാൻ വരുന്നുണ്ട്. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഓഹോ നിങ്ങൾക്ക് അത്രയ്ക്ക് അഹങ്കാരം, അന്നൊന്ന് തല്ലിക്ക് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. പിന്നെ സുഭാഷിനും തല്ലാൻ വരുവാണ്. എൻ്റെ ചേട്ടനെ എങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ തൊട്ട കൈ ഞാൻ വെട്ടുമെന്ന് പറഞ്ഞു സുധീഷ്. മര്യാദയ്ക്ക് അങ്ങോട്ട് നീങ്ങിന്നോളാൻ പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു ഹരീഷും. അപ്പോഴേക്കും സുനന്ദയുടെ അടുത്ത് നിന്നിട്ട് ലളിത, എന്ത് പരിപാടിയെ നീ കാണിച്ചേ? വീട്ടിൽ നാണമില്ലാത്തവളെ, നീ ഇതുപോലത്തെ ഒരു ചതിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നാളെ നിന്റെ കല്യാണം നിനക്കറിയാവോ? എല്ലാവരുടെയും മുന്നിൽ ഞങ്ങളെ നാണം കെടുത്താനായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഭാസ്കരൻ പറഞ്ഞു, നിന്റെ മോളൊക്കെ എൻ്റെ മോനെ മാത്രം മതി, അതുകൊണ്ട് അവളിങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. നിങ്ങൾ ബലമായിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നല്ലേ, എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പ്രശ്നം ഉണ്ടാക്കുവാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒറ്റ അലർച്ചയായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. നിങ്ങളുടെ മോളെ ആരും ഇവിടെ ബലമായിട്ട് പിടിച്ചോണ്ട് വന്നതല്ല, സുനന്ദ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന അവൾക്ക് നിങ്ങൾ ഉറപ്പിച്ച് ബന്ധത്തിന് താല്പര്യം വരും. സുഭാഷേണുമായിട്ട് ജീവിതത്തിന് സമ്മതമുള്ളെന്ന് ലളിത പറഞ്ഞു. നീ അതല്ല അതിലപ്പുറം പറയും. നീ ഇതുപോലെ ഒളിച്ചോടി വന്നോളല്ലേടി വീട്ടുകാരെ ധിക്കരിച്ച്, എന്നിട്ടാണ്ടി വലിയ വർത്താനം പറയണേ. ഇത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ഇത് എൻ്റെ ഭാര്യയുടെ നിറക്ക് ചാടി കടിച്ചാണ്ടല്ലോ. അമ്മായിയൊന്നും നോക്കത്തില്ല, മൂത്താന്നൊന്നും നോക്കത്തില്ല, കാരണം അടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറഞ്ഞു. സുധീഷ് നല്ല ദേഷ്യമായിരുന്നു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, വേണ്ടയുടെ മോനെ വേണ്ടാന്നൊക്കെ പറഞ്ഞു. വേണ്ടാന്ന് തുടങ്ങി ഇവരോട് മിണ്ടായിരിക്കാൻ പറ. പിന്നീട് ഭാസ്കരൻ പറഞ്ഞു, ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുക ഞങ്ങൾ. ഇപ്പം തന്നെ വിവാഹം നടക്കും. നിങ്ങൾ വന്നത് നന്നായി, എന്താണെങ്കിലും മോളുടെ കല്യാണം കൂട്ടു പോയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സുഭാഷിനോട് താലി കെട്ടാൻ പറഞ്ഞു. അപ്പോഴേക്കും ലളിത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കെട്ടുന്നൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ തന്നെയും വന്നിട്ട് സുനന്ദയുടെ കാരണത്തിട്ട് അടിക്കുകയാണ്. നീ എന്ത് വൃത്തിയിലാടി കാണിക്കാൻ പോണെന്ന് ചോദിച്ചോണ്ട് സുനന്ദ പറഞ്ഞു, അച്ഛാ എന്നെ തല്ലല്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇടയ്ക്കിലേക്ക് ബാക്കിയല്ല സുഭാഷ് എല്ലാവരും കൂടെ കയറി പിടിച്ചു മാറ്റുകയാണ്. ഈ സമയം സുനന്ദ പറഞ്ഞു, അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന്, നിങ്ങൾ ഉറപ്പിച്ച ബന്ധത്തിന്. എനിക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാച്ചാ. എൻ്റെ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് സുഭാഷേട്ടൻ മാത്രമായിരിക്കും, എനിക്ക് വേറെ ആരും വേണ്ട. ഞങ്ങൾ ഒരു ശല്യത്തിനും വരത്തില്ല, ഇവിടെ ജീവിച്ചോളാം അച്ഛാ. നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. നാണക്കേട് ഉണ്ടാക്കില്ല പോലും, ഇതിനേക്കാളും വലിയൊരു നാണക്കേട് എന്താണ് ഉണ്ടാകാനിരിക്കുന്നത് അച്ഛാ? സുഭാഷേട്ടൻ പാവ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊന്നും പറയില്ല അച്ഛാന്നൊക്കെ പറഞ്ഞു. മര്യാദയ്ക്ക് വന്നോ നീ, അല്ല നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകാൻ വരട്ടെ. ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവളെ പിടിച്ചോണ്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. തനയും പറഞ്ഞു, ലളിതേ നമുക്ക് കൊണ്ടേ കേസ് കൊടുക്കപ്പോൾ തന്നെ നമ്മുടെ മോളെ ബലമായിട്ട് പിടിച്ചോണ്ട് വന്ന് താലി കെട്ടാൻ ഒരുങ്ങുവന്ന്. സുധീഷ് പറഞ്ഞു, കൊണ്ടേ കൊടുക്ക്, പെട്ടെന്ന് തന്നെ കൊണ്ടേ കൊടുക്ക്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടേ പരാതി കൊടുത്തതിൻ്റെ അനുഭവം ഉണ്ടല്ലോ. മോള് തന്നെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ഈ തവണയും കൊണ്ടേ കൊടുക്ക്, അവസാനം നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. പോലീസിനെ വിളിക്കണോ? വേണം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? തനയനും ലളിതയ്ക്കൊക്കെ ഗംഗാധരനൊക്കെ ആകെപ്പാടെ നാണം കിട്ടി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഒടുവിൽ സുനന്ദയുടെ അടുത്ത് എന്നിട്ട് ലളിത പറഞ്ഞു, മോളെ നീ ഇങ്ങനൊന്നും ചെയ്യരുത്, വീട്ടിലേക്ക് വാ. അച്ഛനും അമ്മയ്ക്കും വേറെ ആരാ ഉള്ളേ? പത്തും പലതൊന്നും ഇല്ലല്ലോ, ആകെപ്പാട് ഒന്നല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത് ഞങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ പിന്നെ ജീവിച്ചിരിക്കില്ല, മരിക്കത്തുള്ളൂ. നിന്റെ അച്ഛൻ്റെ ജോലി വരെ പോകും, പിന്നെ അച്ഛന് ദുബായിക്ക് പോലും പോകാൻ പറ്റില്ല. അച്ഛൻ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെടാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. സുനന്ദ പറഞ്ഞു, പ്ലീസ് അമ്മേ, ഇതെൻ്റെ ജീവിത പ്രശ്നമാണ്, എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക്, എനിക്ക് വേറെ നിവൃത്തിയില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ നിങ്ങളോടൊപ്പം വരത്തില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ തനേൻ്റെ കാലിലേക്കൊക്കെ വീഴുന്നുണ്ട്. തനയൻ കാല് വിളിച്ചിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് വന്നോ നീ, അതാ നിനക്ക് നല്ലത്, അല്ലെ നിന്നെ ഞങ്ങൾ വെറുതെ വെച്ചേക്കില്ലെന്നൊക്കെ പറഞ്ഞ് അടിക്കാൻ നോങ്ങുമ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, തൊട്ടുപോടത് അവളെന്ന് പറഞ്ഞു. അവളെ തൊടാൻ നിനക്ക് പറ്റില്ല, കാരണം അവളുടെ ഇഷ്ടത്തോടല്ല നിനക്ക് അവളെ പിടിച്ചുകൊണ്ട് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ ഒടുവിൽ ലളിത തനേനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും തനേനെ സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുറിക്കകത്തേക്കും കൊണ്ട് വിളിച്ചുകൊണ്ട് കയറ്റിക്കൊണ്ട് പോയി. അങ്ങനെ വിളിച്ച് കയറ്റിക്കൊണ്ട് പോയിട്ട് കാലിലേക്ക് വീഴുവാണ്. ലളിതയും ധനേനും കൂടെ, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, നിനക്കൊരു പെങ്ങളുണ്ടെങ്കിലും നിനക്ക് എൻ്റെ വിഷമം അറിയത്തുള്ളൂ, ഞങ്ങൾ ആ ബുദ്ധിമുട്ടിൽ കൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്,
ഞങ്ങൾക്ക് ഒരേ ഒരു മോളല്ലേ ഉള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതമല്ലേ, ഞങ്ങൾ അവളുടെ ജീവിതം നോക്കണ്ടേ? ഞങ്ങൾക്ക് അവളല്ലാതെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യെ വീഴുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ പറഞ്ഞ് സുഭാഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതേ സമയത്ത് പുറത്ത് അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് ബാക്കിയുള്ളവർ. അകത്ത് നടക്കുന്ന സംസാരം എന്തെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ സുഭാഷ് എന്ത് തീരുമാനം എടുക്കുമെന്ന് നോക്കണം. ഇനിയിപ്പോൾ അവർ പറഞ്ഞ പോലെ അവരുടെ ഇഷ്ടത്തിന് നിൽക്കുമോ അതോ സുനന്ദയുടെ കഴുത്തിൽ താലി ചാർത്തുമെന്ന് കണ്ടറിയാം. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.